ബി.ജെ.പി. ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കേരള ഘടകം നാമനിർദ്ദേശ പത്രിക നൽകി. നാളെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എങ്ങനെയാണ് മറ്റ് നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, ഭാരതീയ ജനതാ പാർട്ടി അവരുടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. വിവിധ സംസ്ഥാന ഘടകങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരിൽ മാത്രം നാമനിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമായിരിക്കും അതൊരു വോട്ടെടുപ്പിലേക്ക് കിടക്കുക. സാധാരണഗതിയിൽ കീഴ്വഴക്കമനുസരിച്ച് ബി.ജെ.പിയിൽ ഐക്യകണ്ഠേന ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്ന നടപടിയാണ് ഉണ്ടാകാറുള്ളത്. അതിനനുസൃതമായി നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ നിലവിലെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി നേതൃനിരയിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാളെയാണ് ഏതായാലും തെരഞ്ഞെടുപ്പും അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമുള്ളത്. കേരള ഘടകം ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ ബി.ജെ.പി. ആസ്ഥാനത്താണ്. ഇവിടെ കേരളത്തിൽ നിന്ന് ഉള്ള പ്രതിനിധി സംഘത്തിൻ്റെ ഇൻചാർജ് പി ശ്യാംരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഇന്നിപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ച് 18 കോടിയിലധികം മെമ്പർമാരുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ അധ്യക്ഷനെ കണ്ടെത്തുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അതെ, നല്ല രീതിയിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇന്ന് രാവിലെയുമായിട്ട് കേരളത്തിൽ നിന്നുള്ള 20 പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് രേഖപ്പെടുത്തി ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വോട്ടിന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞു. നാളെയാണ് ഫൈനലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. ഞങ്ങളും കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അധ്യക്ഷൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആരായാലും വരിക. അപ്പോൾ ഇത്ര വലിയൊരു പ്രക്രിയയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രവർത്തകർ വരുന്നു, അവർ വന്നിട്ട് വോട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ഞങ്ങളുടെ കേരളത്തിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രക്രിയയിലൂടെ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ വലിയ സന്തോഷം. എന്തായാലും പുതിയ അധ്യക്ഷന് നാളെയും കൊണ്ട് അറിയാൻ പറ്റും. പാർട്ടിയെ ഇനിയും മികച്ച രീതിയിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ ഒരു പേര് ഏത് തന്നെയായാലും ബി.ജെ.പി. നേതൃനിരയിലൊരു തലമുറ മാറ്റം വരുന്നു എന്നൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. കാരണം അധികായന്മാരായിട്ടുള്ള നേതാക്കൾ അമിത്ഷാ എത്തുന്നു. അതിന് പിറകെ അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമ്പോഴാണ് ജെ.പി. നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു തലമുറ മാറ്റം ബി.ജെ.പിയിൽ നടക്കുന്നു. അതൊരു സ്ട്രോങ് ലീഡർഷിപ്പിലേക്ക് ബി.ജെ.പി. എത്തുന്നു. കാരണം ഇപ്പോഴൊരു അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ തൊട്ടു മുൻപിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണുള്ളത്. തീർച്ചയായിട്ടും അധ്യക്ഷൻ ആരായിട്ട് വന്നാലും അങ്ങനെ തന്നെ ഒരു തലമുറ മാറ്റം ഉണ്ടാകണമല്ലോ. അതിൻ്റെ വലിയൊരു പ്രാധാന്യം കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിനുണ്ട്. വരാൻ വേണ്ടിയിട്ട് 4-5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ആ അധ്യക്ഷ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോടത്തോളം ഈ ബി.ജെ.പിയിൽ ഒന്നുകിൽ അധികായന്മാർ വരികയോ അല്ലെങ്കിൽ വരുന്ന ആളുകളെ അധികായന്മാരാക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് ദേശീയ അധ്യക്ഷന്മാരുടെയൊക്കെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാവും. വലിയ സ്പേസ് വരുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട്. പാർട്ടി അതനുസരിച്ചിട്ട് പല രീതിയിൽ ചലിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും പാർട്ടി നിലവിൽ ഓരോ തവണയും ഒരു പടിയിൽ നിന്ന് വീണ്ടും അടുത്ത പടിയിലോട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി വരാൻ വേണ്ടിയിട്ട് നാളെ പ്രഖ്യാപിക്കപ്പെടുന്ന അധ്യക്ഷനും പുതിയ തലങ്ങളിലേക്ക് പാർട്ടിയെയും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനത്തെയും കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും 4 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഉള്ളത്. എല്ലാ സംസ്ഥാന ഘടകങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഒപ്പം ഇപ്പോൾ പി ശ്യാംരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ദേശീയ അധ്യക്ഷൻ ആര് എന്നുള്ളതല്ല, അത് ആഘോഷമാക്കുന്നതിന് ഡൽഹിയിൽ ബി.ജെ.പി. ആസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത്തരത്തിൽ ഈ ഓഫീസിന് മുൻവശം പൂർണ്ണമായും ബി.ജെ.പിയുടെ കൊടിതോരണങ്ങൾ കെട്ടിക്കൊണ്ട് നാളത്തെ ദിവസം വലിയൊരു ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. 6 വർഷത്തോളമാണ് കഴിഞ്ഞ 2020 ജനുവരി 20 നിലവിലെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ.പി. നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതല ഏൽക്കുന്നത്. ആ ഒരു 6 വർഷത്തിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ഒരു നേതൃമാറ്റം ഉണ്ടാകുമ്പോൾ അത് വലിയ ആഘോഷമാക്കിക്കൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളും നടപടികളും
ഉണ്ടാകും എന്ന പ്രതികരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJP-യുടെ മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള നിതിൻ നബീൻ തന്നെ BJP-യുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പുതിയ ടീമിന് മുൻപിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അസ്സാമും പുതുച്ചേരിയുമാണ് ഏറ്റവും അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നത്. അവിടങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് BJP-യിൽ ദേശീയ തലത്തിൽ നേതൃമാറ്റം ഉണ്ടാകുന്നത്. സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന നേതൃമാറ്റം പൂർത്തിയാക്കി വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ദേശീയ തലത്തിലും നേതൃമാറ്റം ഉണ്ടാകുന്നത്. വിഷ്ണു, യെസ്, അത് തന്നെയാണ് ദേശീയതയിലൂന്നിയ BJP-യുടെ ജൈത്ര യാത്രയിൽ ഇനി ആരാകും ഇനി നയിക്കാൻ മുന്നിൽ വരിക എന്നുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് BJP പ്രവർത്തകരുള്ളത്. ജിഷ്ണുവാണ് വിശദമായ വിവരങ്ങളും നൽകിയത്.